ഒരു ഫിഷ് ടാങ്കിനുള്ളിൽ കിടക്കുന്ന ഒരു വലിയ അരാപ്പൈമ മീൻ അതിങ്ങനെ വിശന്ന് പൊരിഞ്ഞ് ടാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഫിഷ് ടാങ്കിന്റെ മുകളിൽ നിന്നും തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പൂച്ച. ആ പൂച്ച വെള്ളത്തിലേക്ക് തല കുനിച്ചു വെച്ചുകൊണ്ട് അരാപ്പൈമയെ തന്നെ കൊതിയോടെ നോക്കി നിൽക്കുകയാണ്. ആ പൂച്ചയുടെ തലയിൽ കടിച്ചു വലിച്ച് വെള്ളത്തിലേക്ക് ഇടണമെന്ന ലക്ഷ്യത്തോടെ അരാപ്പൈമ ടാങ്കിൽ നിന്നും വെള്ളത്തിന് മുകളിലേക്ക് ഒരൊറ്റ ചാട്ടം. പൂച്ചയോടാണോ മീനിന്റെ കളി? അത് മിന്നൽ വേഗത്തിൽ അരാപ്പൈമയുടെ വായിൽ നിന്നും ഒഴിഞ്ഞുമാറി. പൂച്ചയുടെ റിയാക്ഷൻ ടൈം കണ്ട് മീനിന്റെ കിളി പോയി. 20 മുതൽ 70 മില്ലി സെക്കൻഡാണ് പൂച്ചകളുടെ റിയാക്ഷൻ ടൈം. സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ ഇത് കുറച്ചുകൂടി കുറഞ്ഞേക്കാം. ലോകത്തുള്ള ഒട്ടുമിക്ക വീടുകളിലും പെറ്റായി വളർത്തുന്ന ഒരു ജീവിയാണ് പൂച്ച. സിംഹത്തിൻ്റെയും കടുവയുടെയും പുലിയുടെയുമെല്ലാം കുടുംബമായ ഫെലിഡയിലാണ് പൂച്ചയും ഉൾപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള മാർജാര കുടുംബാംഗമായ പൂച്ചയ്ക്ക് കൂസലില്ലാതെ ഒരു ആനയെ വരെ കൈവീശി അടിക്കാനുള്ള ധൈര്യമുണ്ട്. സെൽഫ് കോൺഫിഡൻസിന്റെ ഉറവിടമാണവൻ. ചക്കിയോ കണ്ടനോ ചിണ്ടനോ ഒക്കെയായി മിനിമം ഒരു പൂച്ചയെങ്കിലും ഇല്ലാത്ത വീടുകൾ വിരളമാണ്. ചില വീടുകളിൽ തള്ളയും തന്തയും പിള്ളയും ഒക്കെയായി ഒരു പഞ്ചായത്ത് തന്നെ തുടങ്ങാനുള്ള എണ്ണം പൂച്ചകളുണ്ടാകും. എപ്പോഴും ശരീരം നക്കി തുടച്ചും നടപ്പുവഴികളിലും കട്ടിളപ്പടികളിലും വഴി മുടക്കിക്കിടന്നും കാച്ചുകീച്ചെന്ന് അലച്ചു വിളിച്ചും അവർ ആറാടുകയായിരിക്കും. പട്ടിയെപ്പോലെ സദാസമയം വാലാട്ടിക്കാണിക്കുന്ന ദുശീലമൊന്നും പൂച്ചകൾക്കില്ല. അവരെ ആഹാരം കൊടുത്ത് അല്ലലില്ലാതെ പോറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ശരിക്കും അവരാണ് നമ്മളെ പോറ്റുന്നത് എന്നുള്ള പോലെ. ഫെലിസ് കാറ്റസ് എന്നാണ് പൂച്ചകളുടെ ശാസ്ത്രനാമം. ഫെലിസ് ജനുസിൽപ്പെടുന്ന പൂച്ച മാത്രമാണ് ഇത്തരത്തിൽ പെറ്റായി മാറിയിട്ടുള്ളത്. ഇന്ന് സിംഹത്തെയും ചീറ്റപ്പുലിയെയുമൊക്കെ പെറ്റായി വളർത്തുന്നവർ ഉണ്ട് എന്നുള്ളത് വേറെ കാര്യം. പൂച്ചകൾ നിസ്സാരക്കാരല്ല. മനുഷ്യരെ പോലെയും മറ്റു മൃഗങ്ങളെപ്പോലെയും കൃത്യമായ വ്യക്തിത്വമുള്ളവരാണ് അവർ. ഓരോ പൂച്ചയ്ക്കും ഓരോ വ്യക്തിത്വവും സ്വഭാവവും ഉണ്ട്. ഓരോ പൂച്ചയുടെയും വ്യക്തിത്വം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ ജീനുകളാണ്. പിന്നെ അവർ ജീവിക്കുന്ന പരിസ്ഥിതിയും. ഉടമസ്ഥരുടെ സ്വഭാവമനുസരിച്ചും പൂച്ചകളുടെ സ്വഭാവം മാറാറുണ്ട്. പൂച്ചകളെ മനുഷ്യർ എപ്പോഴാണ് കൂടെ കൂട്ടിയത്? നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗത്തിൽ തങ്ങളുടെ ധാന്യ ശേഖരങ്ങളെ തിന്ന് നശിപ്പിക്കുന്ന എലികളെപ്പോലെയുള്ള റൊഡൻസിനെ തുരത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യർ പൂച്ചകളെ വളർത്താൻ തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. ഏകദേശം 3600 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തുകാർ പൂച്ചകളെ അരുമ മൃഗങ്ങളായി വളർത്തിയിരുന്നു അത്രേ. 2004 മെഡിറ്ററേനിയൻ ദ്വീപ് രാജ്യമായ സൈപ്രസിൽ നിന്നും 9500 വർഷം പഴക്കമുള്ള ഒരു മുതിർന്ന വ്യക്തിയുടെയും കൂടെ ഒരു പൂച്ചയുടെയും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ആ പൂച്ചയ്ക്ക് ഏകദേശം 8 മാസത്തോളം പ്രായമുണ്ടായിരുന്നു. പൂച്ചകളെ സാധാരണഗതിയിൽ സൈപ്രസിൽ കണ്ടുവരാറില്ല. ഇതിനെ ഒരു പക്ഷേ ആരോ അങ്ങോട്ടേക്ക് വഞ്ചിയിൽ കൊണ്ടുവന്നതാകാം. ഏകദേശം 2900 വർഷങ്ങൾക്ക് മുൻപ് ബാസ്റ്ററ്റ് എന്ന പേരിൽ പൂച്ചയുടെ രൂപമുള്ള ദേവതയെ ഈജിപ്തിൽ ആരാധിച്ചിരുന്നു. അതുപോലെ അക്കാലഘട്ടത്തിൽ നിരവധി പൂച്ചകളെ മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചിരുന്നു. ക്രൈഡിൽ ഓഫ് സിവിലൈസേഷൻ അഥവാ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്ന് വിളിപ്പേരുള്ള ദ ഫെർട്ടൈൽ ക്രസന്റ് എന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള പ്രദേശത്താണ് പുരാതനമായ സംസ്കാരങ്ങൾ ഉടലെടുത്തത്. ടൈഗ്രിസ്, യൂഫ്രട്ടീസ്, നൈൽ എന്നീ നദികൾ ഈ കരഭാഗത്തെ ഫലഭൂയിഷ്ടമാക്കി തീർത്തു. ജലലഭ്യതയുള്ള വളക്കൂറുള്ള കൃഷിക്ക് അനുയോജ്യമായ ആ പ്രദേശം ഇന്നത്തെ ഇറാഖ്, ഇറാൻ, ടർക്കി, സിറിയ, ഈജിപ്റ്റ്, ഇസ്രായേൽ, പലസ്തീൻ, ലെബനോൻ, ജോർദാൻ എന്നിവിടങ്ങളിലായി പരന്നു കിടക്കുന്ന ഒരു ഭാഗമായിരുന്നു. അവിടെ മനുഷ്യർ ഇണക്കി വളർത്താൻ തുടങ്ങിയ ജീവികളുടെ കൂട്ടത്തിൽ പൂച്ചകളും ഉണ്ടായിരുന്നു. 10,000 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൽ നിന്ന് കണ്ടെത്തിയ പുരാതന ധാന്യപുരയുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം അക്കാലത്തെ എലികളുടെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തുകയുണ്ടായി. ഇത് പൂച്ചകളെ ഇണക്കി വളർത്തുന്നതിനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ടാകണം. തങ്ങളുടെ ധാന്യശേഖരങ്ങളെ നശിപ്പിക്കുന്ന എലികൾക്കെതിരെ മനുഷ്യർ പൂച്ചകളെ കൂട്ടുപിടിച്ചു എന്ന് വേണം കരുതാൻ. ക്രിസ്റ്റഫർ കൊളംബസും മറ്റു ചില കടൽ പര്യവേക്ഷകരും പൂച്ചകളെ കടൽ യാത്രകളിൽ കൂടെ കൊണ്ടുപോയിരുന്നു അത്രേ. ഫെലിസ് സിൽവെസ്ട്രസ് ലിബിക്ക അഥവാ മിഡിൽ ഈസ്റ്റേൺ വൈൽഡ് കാറ്റ്സ് എന്ന ഇനം പൂച്ചകളിൽ നിന്നാണ് ഇന്നത്തെ പൂച്ചകൾ പരിണമിച്ചുണ്ടായത് എന്ന് പറയപ്പെടുന്നു. വടക്കൻ ആഫ്രിക്കയാണ് ഈ ഇനം പൂച്ചകളുടെ ജന്മസ്ഥലം. പൂച്ചകളുടെ പെരുമാറ്റ രീതികൾ നോക്കിയിരിക്കുന്നത് നല്ല രസമുള്ള പരിപാടിയാണ്. ഇടയ്ക്ക് അവ വന്നിങ്ങനെ നമ്മുടെ കാലിൽ മുട്ടിയുരുമി നടക്കും. ചിലപ്പോൾ മടിയിൽ കയറിയിരിക്കും, ചിലപ്പോൾ മരത്തിൽ അള്ളിപ്പിടിച്ച് ചാടിക്കേറും. പൂച്ചകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മളെ മുട്ടി ഉരുമിക്കൊണ്ടും കണ്ണുകൾ പകുതി ചിമ്മിക്കൊണ്ടുമാണ്. പതിയെ കണ്ണുകൾ പകുതി അടച്ച് പൂച്ചകൾ നമ്മളെ നോക്കുന്നത് കണ്ടിട്ടില്ലേ? അതവരുടെ സ്നേഹപ്രകടനമാണ്. നമ്മൾ പൂച്ചകളുടെ ദേഹത്ത് തലോടുമ്പോഴും തൊടുമ്പോഴും അവർ ഒരു പ്രത്യേക രീതിയിൽ കുറുകുന്നത് കണ്ടിട്ടില്ലേ? പുറിങ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പൂച്ചകളുടെ തൊണ്ടയുടെ ഭാഗമായ ലാരിങ്സ് 20 മുതൽ 30 ഹെഡ്സോളം വരുന്ന കുറഞ്ഞ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് വഴിയാണ് ഈ കുറുകൽ ഉണ്ടാവുന്നത്. കൂടുതലും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് പൂച്ചകൾ ഇത്തരത്തിൽ കുറുകാറുള്ളത്.
ഒരു പൂച്ച ജനിച്ച് അതിന് 1 വയസ്സാകുമ്പോൾ തന്നെ അതിന് അതിന്റെ ചുറ്റുപാടുകൾ എല്ലാം പരിചയമാകും. ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നും ആളുകളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നും മറ്റ് ജീവികളോട് എങ്ങനെ പെരുമാറണം എന്നും എല്ലാം അത് പഠിച്ചെടുക്കും. പട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ പൂച്ചകളെ ഇതുവരെ നമുക്ക് പൂർണ്ണമായി മെരുക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയും. പൂച്ചകളുടെ തലച്ചോറിന്റെ ഒരു പ്രധാന ഭാഗവും ഗന്ധം തിരിച്ചറിയാൻ വേണ്ടി ഉള്ളതാണ്. ഗന്ധം തിരിച്ചറിയുന്നതിനു വേണ്ടി ഇവരുടെ ഓൾഫാക്ടറി ബൾബിൽ ഏകദേശം 67 മില്യൺ കോശങ്ങൾ ഉണ്ട്. മനുഷ്യരുടെ ഓൾഫാക്ടറി ബൾബിലാകട്ടെ 5 മുതൽ 20 മില്യൺ കോശങ്ങൾ മാത്രമേ ഉള്ളൂ എന്നോർക്കണം. 55 മുതൽ 79,000 ഹെഡ്സ് റേഞ്ചിലുള്ള ശബ്ദങ്ങളാണ് പൂച്ചകൾക്ക് തിരിച്ചറിയാൻ കഴിയുക. 67 മുതൽ 44,000 ഹെഡ്സ് വരെയുള്ള ശബ്ദങ്ങളാണ് പട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക. 20 മുതൽ 20,000 ഹെഡ്സ് ഫ്രീക്വൻസിയിലുള്ള ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവാണ് മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പൂച്ചകൾക്കും പട്ടികൾക്കും അൾട്രാസൗണ്ടുകൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. എന്നാൽ മനുഷ്യർക്ക് അതില്ല. തന്റെ പരിസരങ്ങളിൽ ഉണ്ടാകുന്ന ഗന്ധത്തിന്റെയും ശബ്ദത്തിന്റെയും തീരെ ചെറിയ വ്യതിയാനം പോലും പൂച്ചകൾക്കും പട്ടികൾക്കും തിരിച്ചറിയാൻ സാധിക്കും. ഇതവരുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതവുമാണ്. 2001 ടെക്സസിലെ A&M യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് വെറ്ററിനറി മെഡിസിൻ ഒരു പൂച്ചയെ ക്ലോൺ ചെയ്തുണ്ടാക്കി. അവർ അതിന് CC എന്നാണ് പേരിട്ടത്. ലോകത്തിലെ ക്ലോൺ ചെയ്യപ്പെട്ട ആദ്യത്തെ പെറ്റായിരുന്നു അത്. പൂച്ചകളുടെ ഈ പെരുമാറ്റ രീതികളും പ്രത്യേകതകളും ഒക്കെ കാണുമ്പോൾ ഇനി ഇവർ അന്യഗ്രഹ ജീവികൾ വല്ലതും ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും.